വന്ദനം. കൂട്ടുകാരെ, ഇന്നൊരാംഗ്യപ്പാട്ട് കേട്ടാലോ? എന്റെ ആംഗ്യപ്പാട്ടിന്റെ പേരാണ് നെയ്യപ്പ കൊതി. നെയ്യപ്പം ആർക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ നെയ്യപ്പം? നെയ്യപ്പം കൊതിച്ചാപ്പൂപ്പനുമ്പോൾ ഒടിയിൽ എന്താ സംഭവിച്ചേ? നമുക്കൊന്ന് കേട്ടാലോ? കൊച്ചുപുരക്കലെ അപ്പൂപ്പൻ, പിച്ചക്കാരനൊരപ്പൂപ്പൻ. പിച്ചക്കൊരുനാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുന്നാഴി. പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരക്കല് ചെന്നപ്പോൾ അമ്മൂമ്മക്കൊരു കൊതി തോന്നി. അപ്പം തിന്നാൻ കൊതി തോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര ചേർത്ത് കലക്കിയിട്ട് ചുടുപറക്കുന്നുലപ്പം ചുട്ടു നിരത്തി അമ്മൂമ്മ. ഹയ്യട ഹയ്യ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുരിടും നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം. വായിൽ വെള്ളം നിറഞ്ഞിട്ട് ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം. ഇത് കണ്ടപ്പോൾ അമ്മൂമ്മക്ക് അരിശം വന്നു പെട്ടെന്ന്. ആര് പറഞ്ഞു മൂപ്പിനെ കയ്യിലെടുക്കാൻ രണ്ടപ്പം? അമ്പടി കള്ളി കൊതിയെത്തി കുമ്പകുലുക്കി തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപ്പുകയേറ്റത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം. വിളിച്ചു കൂകി അമ്മൂമ്മ. ഇരുവരും അങ്ങനെ വാശിയിലായി. വാശി മുറുകിയിട്ട് അടിപിടിയായി. അമ്മൂമ്മക്കൊരു കടി കിട്ടി, അപ്പൂപ്പന് തൊഴിൽ കിട്ടി. ഡിഷു ഡിഷു കൊണ്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു പോംവഴി കണ്ടെത്തി വില്ലൻ നമ്മുടെ അപ്പൂപ്പൻ. ഒത്തിരി നേരം മിണ്ടാതെ കുത്തിയിരിക്കാം രണ്ടാൾക്കും. ആദ്യം മിണ്ടിയാൽ കൊറ്റപ്പം, മെറ്റയാൾക്കോ രണ്ടപ്പം. അമ്മൂമ്മക്കത് സമ്മതമായി. അങ്ങനെ തർക്കം കഴിഞ്ഞതുമായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് അങ്ങേ മുറിയിൽ വെച്ചിട്ട് വീട്ടുവരാൻ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നുള്ളിലടുക്കളയിൽ തടുകുടു എന്നൊരു ഒച്ച കേട്ടു. മിയാവ് മിയാവ് വിളി കേട്ടു. അയ്യോ പൂച്ച ചതിച്ചല്ലോ, ആദ്യം മിണ്ടി അമ്മൂമ്മ. അയ്യോ ബെറ്റിൽ തോറ്റല്ലോ, തുള്ളിച്ചാടി അപ്പൂപ്പൻ. ഇരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ